ശ്രീ ജേക്കബ് ജോർജ്, പോലീസിൽ RSS വൽക്കരണം എന്ന വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണം സർക്കാർ നേരിടുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏത് തരത്തിൽ പരിക്കേൽപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് അക്കാര്യത്തിലൊരു രാഷ്ട്രീയ തീരുമാനം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നോക്കൂ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് PV അൻവർ അദ്ദേഹത്തിന്റെ യുദ്ധം ഫേസ്ബുക്കിലൂടെ തുടരുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഈ സന്ദീപ് ആനന്ദഗിരിയുടെ, നേരത്തെ നമ്മളോട് സംസാരിച്ച സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച വിഷയം എങ്ങനെയാണ് സംഘപരിവാർ അനുകൂല അന്വേഷണ സംഘം അട്ടിമറിച്ചത് എന്ന് ക്രൈംബ്രാഞ്ച് DYSP തന്നെ അന്നത്തെ SP-ക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച്, വിശേഷിച്ച് CPM-നെ സംബന്ധിച്ച് പൊളിറ്റിക്കലി വല്ലാതെ ഡാമേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് സംഘപരിവാറുമായുള്ള ചങ്ങാത്തവും അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലമായ പോലീസിങ്ങും. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് കറക്ഷൻ വേണ്ടതിന് പകരം മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. അദ്ദേഹം 1970-ലെ കഥയും 1971-ലെ കഥയും ഒക്കെ പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, എന്ത് പരിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന ഒരു വിഷയം മുഖ്യമന്ത്രിയെ ബാധിക്കുന്നില്ലേ? എങ്ങനെ എന്ത് വന്നാലും കുഴപ്പമില്ല, മുന്നണി തകർന്ന് തരിപ്പണമായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റാലും കുഴപ്പമില്ല, എൻ്റെ ആ നിലപാട് അല്ലെങ്കിൽ എൻ്റെ ധാർഷ്ട്യം ജയിക്കണം എന്നുള്ളതാണോ പിണറായി വിജയന്റെ സമീപനം? അഭിലാഷേ, ഒരു കാരണവശാലും RSSന് ബന്ധമുള്ള ഏതെങ്കിലും ഒരു സ്ട്രീം കേരള പോലീസിൽ ഉണ്ടാവാൻ പാടില്ല, കേരളത്തിൻ്റെ ഒരു അധികാര കേന്ദ്രത്തിലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ സെൻകുമാറിനെയും ജേക്കബ് തോമസിനെയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ സന്ദീപ് ആനന്ദഗിരി പറഞ്ഞ വാക്കുകൾ, ഞാൻ ആ വാക്കുകളെ കേരളത്തിൻ്റെ സുവർണ വാക്കുകൾ എന്ന് വിശേഷിക്കും. ഒരു സന്യാസി വര്യനാണ് ആ കാര്യം പറഞ്ഞത്. ഒരു സന്യാസി പറയുന്നത് കുറി തൊട്ട കയ്യിലൊക്കെ ചരടുകൾ കിട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൂടാ എന്ന് കേരളത്തിൻ്റെ മണ്ണിലിരുന്ന് പറയുന്നു. അതാണ് ഓർക്കേണ്ടത്. അത് വളരെയധികം സ്തുതിക്കപ്പെടേണ്ട വാക്കുകൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട ജിജി പറയുന്നു, ജിജി ജോസഫ് പറയുന്നത് എന്തറിയാമോ? എന്താ പ്രശ്നമെന്നേ, എന്താ പ്രശ്നമെന്നോ ജിജി ജോസഫേ? കേരളീയരോടാണ് ഈ ചോദിക്കുന്നത് ജിജി ജോസഫ്. എൻ്റെ ജിജി, കേരളത്തിനത് പ്രശ്നമാണ്. കേരളത്തിൻ്റെ ADGP എന്ന് പറയുന്നത് കേരള പോലീസ് സേനയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. ഏറ്റവും തലപ്പത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവനുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. കേരളത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം ഒരു RSS നേതാവിനെ കാണാൻ പോയാൽ അത് രാഷ്ട്രീയമായി തെറ്റാണ്. ജിജി ജോസഫ് അത് ഓർക്കണം. അത് തെറ്റാണ് ജിജി ജോസഫ്. അങ്ങൊരു BJP നേതാവായിരിക്കാം, സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു RSS നേതാവിനെ അദ്ദേഹം എവിടെയാണെങ്കിലും പോയി കാണുക എന്നത് തീർച്ചയായിട്ടും അത് ദാറ്റ് ഈസ് പൊളിറ്റിക്കലി റോങ് ജിജി ജോസഫ്. അല്ല, അത് പക്ഷെ പിണറായി വിജയന് മനസ്സിലാവുന്നില്ലല്ലോ. ജേക്കബ് ജോർജ്, പിണറായി വിജയൻ ഇത് 2023 മെയ് മാസത്തിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. കാരണം 2023 മെയ് മാസത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു റിപ്പോർട്ടായി ആഭ്യന്തര വകുപ്പിൽ എത്തിയിട്ടുണ്ട്. തൊട്ട് അടുത്ത ആഴ്ച കോവളത്ത് വെച്ച് അദ്ദേഹം രാം മാധവനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഈ കൂടിക്കാഴ്ചയൊക്കെ നമ്മളിപ്പോഴാണ് അറിയുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു കേരളത്തിൽ ഉന്നത ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ പോയി കണ്ട് ബ്രീഫ് ചെയ്യരുത് എന്ന്. അത് തെറ്റാണ് എന്ന്. പക്ഷെ അത് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാതെ പോകുന്നത്? അതൊരു വിഷയമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനോട് എനിക്ക് ചില റിസർവേഷനുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുന്നു. അത് ശരിയല്ല. അതും രാഷ്ട്രീയമായിട്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് ശരിയല്ല, ഒത്തുചേരുന്നതല്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവുമായിട്ട്, CPM-ൻ്റെ രാഷ്ട്രീയമായിട്ട്. അഭിലാഷൻ അറിയാമല്ലോ പിണറായി വിജയൻ്റെ ചരിത്രം. അദ്ദേഹം എക്കാലത്തും RSS-നെ എതിർത്ത്, RSS-നോട് മല്ലിട്ട്, RSS-നോട് യുദ്ധം ചെയ്ത് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയം വളർത്തിയെടുത്തത്. അദ്ദേഹം 71-ലെ തലശ്ശേരി കലാപം, ന്യൂനപക്ഷ മുസ്ലിങ്ങളെ ആക്രമിച്ച RSS വിധേയത്തിൽ കമ്മീഷൻ, ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ, ആ കമ്മീഷൻ പറയുന്നുണ്ട് RSS അവിടെ വേര് പിടിപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലാപം ഉണ്ടാക്കിയത് എന്ന് RSS റിപ്പോർട്ടിൻ്റെ ഉണ്ട്. ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. ചരിത്രമുള്ള പിണറായി വിജയൻ പഠിക്കൽ കലമുടക്കണോ? അദ്ദേഹത്തിന് ഇപ്പോ എക്സിക്യൂട്ടീവ് അധികാരമുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ തലവനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കൊല്ലം മുമ്പ്, ഏറ്റവും കുറഞ്ഞത് ഒരു കൊല്ലം മുമ്പെങ്കിലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് തന്റെ ADGP, തന്റെ വലത് കൈയായ ADGP, താൻ എല്ലാ ദൗത്യങ്ങളും ഏൽപ്പിച്ചു വിടുന്ന ADGP ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം പറയുന്നു അദ്ദേഹത്തിന്റെ ദൗത്യവുമായിട്ടാണ് പോയി കണ്ടതെന്ന്. എനിക്കറിയില്ല.
അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കേരള സമൂഹത്തോട് ഇത് വിശദീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ADGPയുടെ ചുമതലയെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാറ്റാത്തത്? ഈ സമസ്യ പരിഹരിക്കപ്പെടുന്നില്ല. പിണറായി വിജയന്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് ഈ സമസ്യക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുകയുമില്ല. അല്ല, പിണറായി വിജയൻ അന്നത്തെ, ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ തലശ്ശേരി കലാപത്തിൽ മുന്നണി പോരാളിയായിട്ട് രാത്രിയും പകലും അഹോരാത്രം പണിയെടുത്ത നേതാവാണ്. അധ്വാനിച്ച പോരടിച്ച വർഗീയവാദികളോട് പോരടിച്ച നേതാവാണ്. അതിൽ കൂടെയാണ് പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്, നേതാവായിട്ട് കടന്നു വരുന്നതെന്ന് കൂടി ഓർക്കണം. ആ പിണറായി വിജയന് ഒരിക്കലും RSSുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇത് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് റിസർവേഷനുള്ള കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും ഞാൻ അറിയുന്ന പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ RSSുമായിട്ട് ഒരു സന്ധിക്ക്, ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നയാളല്ല, ഒരിക്കലും ആവത്തില്ല. ഇത് ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം പറയട്ടെ. പക്ഷേ കെ കരുണാകരൻ്റെ കാലത്ത് 1994 ഏറ്റവും കത്തുന്ന വിഷയമായിരുന്നല്ലോ ISRO ചാരക്കേസ്. അന്ന് ആന്റണി പക്ഷം, ഉമ്മൻചാണ്ടി, AK ആന്റണി, VM സുധീരൻ തുടങ്ങിയ നേതാക്കളാണ് കെ കരുണാകരനോട് യുദ്ധം ചെയ്തത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യണം. കേരളത്തിൻ്റെ IB ഉദ്യോഗസ്ഥന്മാരായിരുന്ന മാത്യു ജോൺ, RB ശ്രീകുമാർ, IPS ഉദ്യോഗസ്ഥർ, അവർ രഹസ്യാന്വേഷണ നേതാക്കന്മാരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. ക്ലിഫ് ഹൗസിൽ കരുണാകരനെ പോയി കണ്ടു. അതെ, അല്ല, രമൺ ശ്രീവാസ്തവയെ അന്ന് കെ കരുണാകരൻ പ്രൊട്ടക്ട് ചെയ്തു. ഒടുവിൽ കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം രമൺ ശ്രീവാസ്തവയെ പ്രൊട്ടക്ട് ചെയ്തു. ആ രമൺ ശ്രീവാസ്തവയെ പിന്നെ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് ഉപദേഷ്ടാവാക്കുകയും ചെയ്തു. ചരിത്രം അങ്ങനെ പലതരത്തിൽ വഴിതിരിഞ്ഞു പോയിട്ടുണ്ട്. രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കാൻ ശ്രമിച്ച കെ കരുണാകരന് മുഖ്യമന്ത്രി പദം പോയതുപോലെ MR അജിത് കുമാറിനെ സംരക്ഷിച്ച പിണറായി വിജയനെ കാത്തിരിക്കുന്നത് എന്താണ്? LDFന്റെ നിലവിലെ സ്ഥിതിവിശേഷത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദമൊന്നും പോകില്ല, ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹവും ഓർത്തിരിക്കേണ്ട കാര്യമാണല്ലോ.